അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും മാമാടെ വീട്ടിൽ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വരികയാണ്. വന്നോരെ ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ് ആ കിടക്കുന്നത്. മൂത്ത ആങ്ങളും ഫാമിലി വന്നു, രണ്ടാമത്തെ ആങ്ങളെ വരികയാണിത്, അവരെ ഫാമിലിയാണിത്. അങ്ങനെ ഓരോരുത്തർ വന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമ്മി മക്കളൊക്കെ ആദ്യം വന്നിക്കണു. അതിൽ കുഞ്ഞുമാൻ്റെ മക്കളൊന്നും എത്തിയിട്ടില്ല, അവരൊക്കെ പണി മാറ്റിയിട്ട് വരുള്ളൂ. അങ്ങനെ സീനത്തും കുട്ടിയും അകത്ത് കയറുകയാണ്. ഒരു കുഞ്ഞുമ്മ മീൻ നന്നാക്കിയിട്ട് മസാല വറ്റി പൊരിക്കണുണ്ട്. ചോറിലേക്ക് മീൻ വേണ്ടവർക്ക്. പിന്നെ ഫ്രൂട്ട് സാധനങ്ങളും പാത്രങ്ങളും എല്ലാതും ഒക്കെ അടക്കി പെറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനെല്ലാതിനും ഒന്നാക്കണം. ചോറ് ഊറ്റിയാണ് കേട്ടോ. പിന്നെ ബീഫ് ആയിട്ടുണ്ട്, ചിക്കൻ കറിയാണ് കേട്ടോ. സീനത്ത് പാത്രം മൂറാണ് കേട്ടോ. സീനത്ത് പിന്നെ എവിടെ ചെന്നാലും എല്ലാവരെയും സഹായിക്കണ പാർട്ടിയാണ് കേട്ടോ. അവള് നല്ല കുട്ടിയാണ് സീനത്ത്, എല്ലായിടത്തിലും അവള് സഹായിക്കും. അങ്ങനെ സീനത്ത് ജഗ്ഗുകളൊക്കെ മോറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും സീനത്തിനെ പറ്റി നല്ല കമന്റ് ഇടണേ. പിന്നെ 2 കൊട്ടക്കൈയിൽ മാറിപ്പോയി. 2 കൊട്ടക്കൈയിലാണ് ചോറ് ഊറ്റുന്നത്. പിന്നെ ആങ്ങള ലൈം അടിക്കാനുള്ള നാരങ്ങയൊക്കെ കഴുകി സെറ്റാക്കാണ് കേട്ടോ. എൻ്റെ ആങ്ങള എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവനാണ് ലൈം അടിക്കണ ആൾ കേട്ടോ. ഞാൻ ചോറ് ഊറ്റിയാണ് കേട്ടോ. ഉമ്മ വന്ന പാടന്നെ ഫ്രൂട്ട്സ് നുറുക്കാൻ പോവുകയാണ് കേട്ടോ. ഉമ്മ ആദ്യം ഒരു പൈനാപ്പിളിൻ്റെ മുകളിലാണ് യുദ്ധം വെട്ടുന്നത് കേട്ടോ. ഇതിനെ ഞാൻ ഇന്ന് അരിഞ്ഞെടുക്കും പറഞ്ഞിട്ടാണ് ഉമ്മ നുറുക്കണത് കേട്ടോ. മുന്തിരി കഴുകാണ് കേട്ടോ. മുന്തിരി നന്നായിട്ട് കഴുകണ്ടേ. പിന്നെ കുടിക്കാനുള്ള വെള്ളം പൈപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്തിരി അപ്പോൾ കഴുകുമ്പോൾ ഒരാൾ പറയാണ് നല്ല വൃത്തിക്ക് കഴുകണം എന്ന് പറയാണ് ഒരാൾ. ഞങ്ങൾക്ക് അവിടെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ വന്ന് ഉപ്പിട്ടിട്ട് നല്ല കഴുകണം കേട്ടോ. അപ്പം ഞങ്ങൾ പറയണത് ഇത് എന്തിനാടി ഈ കണ്ട ഉപ്പൊക്കെ വാരിയിരുന്നെങ്കിൽ അച്ചാറ് തിന്നേണ്ടി വരുമോ മുന്തിരിക്ക് ബദലെന്ന് പറയണം. അപ്പോൾ ഓള് പറയണം അതിലുള്ള വെള്ളപ്പൊടിയൊക്കെ പോവാൻ ഉപ്പിട്ടിട്ട് നല്ല ഒരതി കഴുകി കഴിഞ്ഞാൽ അതിലത്തെ വെള്ളപ്പൊടിയൊക്കെ പോകും എന്ന് പറഞ്ഞിട്ട് ഓള് നല്ല കൈ കൊണ്ട് തിരുമ്പി കഴുകണം കേട്ടോ. വെളുപ്പതൊന്ന് പായസമാക്കുവോ മുന്തിരി ചാറാക്കുവോ ഒക്കെ പോയിക്കണു കേട്ടോ മക്കളേതാണ്ട്. ഇതാണ് അങ്ങനെ ലൈം അടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഐസും കട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഓറഞ്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, തണ്ണിമത്താക്കിയിട്ടുണ്ട്. പിന്നെ ടേബിളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട് സാധനമൊക്കെ വെട്ടിയത് പാത്രത്തിൽ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ എണ്ണക്കടിയാണ് ഇത് ഇരിക്കുന്നത്. ഇനി എണ്ണക്കടിനെയും സെറ്റാക്കണം കേട്ടോ. അപ്പം അങ്ങനെ എണ്ണക്കടിനെയും ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ എല്ലാത്തിനും പാത്രങ്ങളെ ടേബിളിൻ്റെ മുകൾക്ക് വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ചൊരു കുറവുണ്ട്. അപ്പം നമുക്ക് അതും കൂടി സെറ്റാക്കിയിട്ട് ഒന്നിലേക്ക് കൊട്ടാന്ന് പറഞ്ഞാൽ ഞാൻ കൊട്ടിയതാണ് കേട്ടോ. അത് ഒരെണ്ണം താഴത്ത് പോയിട്ടോ. അത് അതിലേക്കിൻ്റെ ആങ്ങളെ പെറുക്കിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട് സാധനമൊക്കെ സെറ്റാക്കി വെച്ച് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുമ്പോൾ അത് വിരിച്ചതൊക്കെ ഇങ്ങനെ കാറ്റിന് പറക്കുകയാണേ. അപ്പോൾ അതിനെ ഓരോരുത്തരവിടെ പിടിച്ചിരിക്കുക പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു സാധനം കാക്ക ഒരു ഭാഗത്തിരുന്ന് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടി ആ സാധനം അതിൻ്റെ കവറ് ബാക്കിയുണ്ട് അതിനങ്ങോട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് നിർത്തി ജ്യൂസും ഇതൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പറക്കാൻ വേണ്ടിയിരുന്ന് ബാങ്ക് കൊടുത്തു നോമ്പറക്കാണ് കേട്ടോ. കണ്ടോ എല്ലാം കാലിയായി. സമൂസ ഒരെണ്ണം ബാക്കിയില്ല കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ എടുക്കണു. ആ കാക്കനെ പാവം തിന്നാനും കൂടി അയച്ചില്ല. അങ്ങനെ സെമീറും മുത്തുട്ടിയും കൂടി വേസ്റ്റും കവറൊക്കെ കൂടിയിട്ട് എടുത്തിട്ട് സെറ്റാക്കാണ് കേട്ടോ. തിന്നണതിൻ്റെ മുമ്പ് എല്ലാതും തിന്നേ. പാവം കാക്ക ഒരെണ്ണം കൊടുത്തില്ല കാക്കക്ക് കിട്ടും. അങ്ങനെ പിന്നെ പത്തിരി പൊറാട്ട നൂൽപുട്ട് ബീഫ് ചിക്കന് ചായ ഇതൊക്കെ കേട്ടോ വിഭവങ്ങൾ. അപ്പം അതൊക്കെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് തിന്നാണ്. കുട്ടികളെ കഴിഞ്ഞിട്ട് വലിയവർ ഇരുന്നിട്ട് തിന്നിട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ സെമീർ നോക്കലാക്കി ഇരുന്ന് തിന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.